ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോസ് യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഭൂട്ടാനിലെ ടൈഗർ നെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ ഈ ട്രക്ക് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നല്ല തണുപ്പാണ്, അതുകൊണ്ട് വാക്കുകളൊന്നും ഒരുപാടൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 1000 രൂപയാണ് റേറ്റ്. 1000 രൂപയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കറൻസി ഗുൾട്രം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കറൻസി നമ്മുടെ രൂപയായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് സെയിമാണ്. അതായത് നമ്മുടെ 10 രൂപ തന്നെയാണ് ഇവരുടെയും 10 ഗുൾട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കണം നമ്മൾ, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും രാവിലെ 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ 8 മണിയായി. 8 മണി കഴിഞ്ഞ് 8:30 ഇവിടുത്തെ സമയം. ഇവിടുത്തെ സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടൈമിനെക്കാട്ടിലും അരമണിക്കൂർ മുമ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ നെസ്റ്റിലേക്ക് പോവുകയാണ്. നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. 2 ചെറിയ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഈ നടന്ന് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഇവിടെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഈ പോണികൾ ഒരുപാട് ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നമ്മൾ പോകുമ്പോൾ അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഒരു പൈൻ മരക്കാടിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പോകാൻ പോകുന്നത്. അപ്പോൾ എത്ര സമയം എടുക്കാമെന്ന് അറിഞ്ഞൂടാ. ഈ ട്രക്കിങ്ങിൻ്റെ ലെവൽ എങ്ങനെയാണ്, ഇത് പോണിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ലെവൽ എങ്ങനെയാണ്, എത്ര സമയം എടുക്കും, ഇത് മോഡറേറ്റ് ആണോ എക്സ്ട്രീം ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പോകുമ്പോൾ കാണാം. പിന്നെ തമ്പനയിൽ പറഞ്ഞതുപോലെ ഞാൻ അണക്കിയാണ്. തമ്പനയിൽ പറഞ്ഞതുപോലെ ഭൂട്ടാനിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, അമ്മാതിരി കാര്യങ്ങൾ, കാശ് എത്രത്തോളം, ബഡ്ജറ്റ് എത്രയാണ്, ഹോട്ടലും കാര്യങ്ങളും എങ്ങനെയാണ്, ഇമാതിരി കാര്യങ്ങളെല്ലാം ഞാൻ പോകെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ ഈ നിൽക്കുന്നവരെല്ലാം നമ്മുടെ ഇതിൽ നമ്മളെ കുതിരയിൽ കയറ്റി നമ്മളെ മേലെ കൊണ്ടുപോകും. ഈ വഴിയിലെല്ലാം കുതിര ചാണകം കിടക്കുകയാണ്. ഇതാണ് കുതിര. ഉണ്ട നല്ല സ്റ്റൈലായിട്ടുണ്ട്, ഒരു വേറൊരു സ്റ്റൈലായി. ഓക്കെ, നമ്മൾ നേരെ പോകുന്നത് ആ കാണുന്ന ആ മലയുടെ മുകളിലായിട്ട് സൈഡിലായിട്ടിരിക്കുന്ന മൊണാസ്ട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഞാനീ നടക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വെയിലാകുമെന്നാണ് പറയുന്നത്. നോക്കാം. ഇവിടെ തറയിൽ ഇത് കണ്ടോ, ഈ വെള്ളം ഇതുപോലെ കിടക്കുന്ന ഇത് ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഈ മഞ്ഞ് വീണ് നടക്കുന്നതാണ്. ഇതിവിടെ എല്ലാം വഴിയിലെല്ലാം മഞ്ഞ് വീണ് നടക്കുകയാണ്. ഭൂട്ടാനിലെ പാരോ താഴ്വരയിലെ ഒരു മലഞ്ചെരുവിലാണ് ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഈ മൊണാസ്ട്രിക്ക് പാരോ തക്സങ് എന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്. വജ്രായന ബുദ്ധിസത്തിൻ്റെ പ്രചാരകനായ ഗുരു റിംപോച്ചെ ഇവിടെ മതപ്രചാരണം നടത്തിയിരുന്നു എന്ന് കരുതപ്പെടുന്നു. ടിബറ്റിലും ഭൂട്ടാനിലുമൊക്കെ ആയിട്ട് ഏകദേശം 13ഓളം ഗുഹകളിൽ വച്ചാണ് അദ്ദേഹം വജ്രായന ബുദ്ധിസം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. നമ്മൾ ഇപ്പോൾ കാണുന്ന മൊണാസ്ട്രി 1692 തെൻസിങ് റാബ്ഗെ എന്ന പേരുള്ള ഒരാൾ പണി കഴിപ്പിച്ചതാണ്. വജ്രായന ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ധാരാളം സന്യാസിമാർ ഇവിടെ ഇപ്പോഴും പൂജയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് ഇവിടെ താമസിച്ച് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് ദൂരം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ട്രക്കിംഗ് ഒന്നും അങ്ങനെ ശീലമില്ലാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നല്ല തണുപ്പാണ്, പിന്നെ ഓക്സിജൻ്റെയൊക്കെ ആ ഒരു കുറവുണ്ട്. അപ്പോൾ പതുക്കെ നടക്കണമെന്നാണ് ഇവിടെ ഗൈഡൊക്കെ പറയുന്നത്. ഇപ്പോഴേ നല്ല സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം ക്ഷീണിക്കുമെന്നാണ് പറയുന്നത്. ഇവിടത്തുകാരൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെ പയറ് പോലെയൊക്കെ കയറി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ വലിഞ്ഞ് നടക്കുവാണ്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചില ഇവരുടെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൈൻ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുന്നു. ഈ ഭാഗം എത്തിയപ്പോൾ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ മൊണാസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിൽ ഒരെണ്ണം ഗുരു റിംപോച്ചെ ഒരു പെൺകടുവയുടെ പുറത്ത് കയറി ഈ ഗുഹയിൽ എത്തുകയും ഇവിടെ താമസിച്ചുകൊണ്ട് മതപ്രചാരണം ആരംഭിക്കുകയും ചെയ്തു എന്നതാണ്. അതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള കഥ ഇവിടെ നിലവിലുള്ളത്. മറ്റൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചക്രവർത്തിയുടെ ഭാര്യ ഗുരുവിൻ്റെ ഈ ഐഡിയോളജീസിലും ടീച്ചിങ്സിലുമൊക്കെ ആകൃഷ്ടയാവുകയും സ്വമനസാലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി മാറുകയും ചെയ്തു. അവരാണ് അവസാനം കടുവയുടെ രൂപം സ്വീകരിച്ച് ഗുരുവിനെയും പുറത്തിരുത്തി ഇവിടെ എത്തിയതെന്ന് പറയപ്പെടുന്നു. ഈ മൊണാസ്ട്രി പണി കഴിപ്പിച്ച ടെൻസിംഗ് റാഗ്ബയെ പറ്റിയും ഒരുപാട് കഥകൾ ഈ നാട്ടിൽ പ്രചാരത്തിലുണ്ട് കേട്ടോ. അദ്ദേഹം ഗുരുവിൻ്റെ പുനർജന്മമാണെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഈ മൊണാസ്ട്രിയിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ നാട്ടുകാർ അവകാശപ്പെടുന്നത്. ഇവിടെ എപ്പോഴും ആ സമയത്ത് ടെൻസിംഗ് റാഗ്ബെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും എത്ര പേർക്ക് വേണമെങ്കിലും ഉള്ള ഭക്ഷണം ഈ മൊണാസ്ട്രിയിൽ ഉണ്ടാവുമെന്നും ആരും ഭക്ഷണം ഇല്ലാണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ കൂടുതൽ വന്നാലും അവരൊന്നും ഭക്ഷണം ഇല്ലാണ്ട് ബുദ്ധിമുട്ടില്ല, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും മാത്രമല്ല ഇവിടെ എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഉള്ള യാത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ട് കാലത്തെ കാര്യം അപ്പോൾ നമ്മൾ പറയണ്ടല്ലോ, വഴിയൊക്കെ ഒരുപാട് തെന്നുന്നതും സ്ലിപ്പറിയൊക്കെ ആയിട്ടുള്ള വഴിയൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടായിട്ടുള്ള വഴിയൊക്കെ ആയിരുന്നു. ബട്ട് എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ കാലത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള അപകടമോ ജീവഹാനിയോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ മൊണാസ്ട്രി സന്ദർശിക്കാൻ വരുന്ന ആർക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ചില സമയങ്ങളിൽ ആകാശത്ത് പൂക്കളുടെ ഒരു എന്താ പറയുക വർഷം പോലെ, അല്ലെങ്കിൽ ആകാശത്ത് നിറയെ പൂക്കൾ കാണും. അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇപ്പോഴും പറയുന്ന ഒരുപാട് കഥകളിലുള്ള ഒരു കഥ. അപ്പോൾ 8ാം നൂറ്റാണ്ടിലേക്കാണ് ഇവിടെ ഗുരു റിംപോച്ചെ ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അതിനുശേഷം പല കാലങ്ങളിലായിട്ട് ഒരുപാട് ബുദ്ധഗുരുക്കൾ ഇവിടെ മെഡിറ്റേഷനും മറ്റുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. 1998 ഏപ്രിൽ മാസം ഇവിടെ വലിയ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും ഒരുപാട് അമൂല്യങ്ങളായിട്ടുള്ള പെയിൻറ്റിങ്സും പ്രതിമകളും ഒക്കെ അഗ്നിക്ക് ഇരയാവുകയും ചെയ്തു. അപ്പോൾ 6:30 രാവിലെ 6:30 മണിക്കൊക്കെ വന്നവർ ഓൾറെഡി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത് മൊണാസ്ട്രിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ശ്വാസം നല്ലോണം അണയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയൊരു വ്യൂ പോയിന്റിലെത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു വി ഷേപ്പിലെന്നാണ് പറഞ്ഞത്. കുറേ പടികൾ ഇറങ്ങണം, പിന്നെ വീണ്ടും കുറേ പടികൾ കയറി വേണം മൊണാസ്ട്രിയിലെത്താനെന്നാണ് പറയുന്നത്. വളരെ കഠിനമായിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് ശേഷം നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ താഴെ നോക്കി നടക്കുന്ന ഇവിടെ കല്ലൊക്കെ പൊങ്ങിയും കുഴിയൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കുന്നത്. ബ്രീത്താണെങ്കിൽ കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ സെക്കൻഡ് വ്യൂ പോയിന്റിലെത്തി. ഇപ്പോൾ നല്ല വെയിലാണ്, ഡിസംബർ മാസമാണിത്. തണുപ്പുമുണ്ട് എന്നാൽ വെയിലുമുണ്ട്. എന്നാലും വളരെ നമ്മളെ എന്താ പറയുന്ന ഒരു ഭയങ്കര ചൂട് കൂടിയ ഒരു വെയിലല്ല സംഭവം. അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ആൾക്കാർ. ഇത്രയും ദൂരം നടന്നിട്ട് ടൈഗർ നെസ്റ്റിൻ്റെ നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ അവരെല്ലാവരും അത് ക്യാമറയിലും മൊബൈലിലും ഒക്കെ പകർത്തുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാണ്, വീഡിയോയും ഒക്കെ പിടിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. നല്ല ഹൈറ്റിൽ നമ്മളിപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. മല കയറ്റം കഴിഞ്ഞ് അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വി ഷേപ്പ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ആകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. സംഭവം 400 പടിയോളം താഴേക്ക് ഉള്ള ഈ പടി ഇറങ്ങിയിട്ട് നമ്മൾ താഴെ ചെന്നിട്ട് വീണ്ടും അതേപോലെ 400 പടികളാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്രയും നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മറന്നുപോയി. അപ്പം വീണ്ടും അത്രത്തോളം തന്നെ പടികൾ കയറി വി ഷേപ്പിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളതാണ് നമ്മുടെ മൊണാസ്ട്രി. അപ്പോൾ ഈ പടി ഇറങ്ങിപ്പോകുന്നത് വലിയ ബുദ്ധിമുട്ട് ഇല്ല, പക്ഷെ നമ്മൾ പടി ഭയങ്കര ഒരു എന്താ പറയുക ഒരു കുത്തനെയുള്ള പടികളാണ്. അപ്പോൾ പ്രായമായവർക്കെല്ലാം അത് കുറച്ചൊരു ബുദ്ധിമുട്ടാവും. ഈ തലചുറ്റൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പടി ഇറങ്ങാൻ ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷേ ഇവിടുന്ന് നമ്മൾ അടുത്ത മുകളിലേക്കുള്ള പടികളിലേക്ക് പോകുന്ന സമയത്ത് അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാലെല്ലാം നല്ലോണം വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എങ്കിലും നമ്മൾ ആ ടൈഗർ നെസ്റ്റ് കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ വന്നതുകൊണ്ട് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മറക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്.
ടൈഗർ നെസ്റ്റിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചറൊക്കെ ഇപ്പോൾ ആ താഴെ ഉണ്ടായിരുന്ന ആ ഒരു തണുപ്പ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പം നമ്മൾ കുറച്ച് ചൂടാണ്, എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പടി ഇറങ്ങി പോവാണ്. വീണ്ടും നല്ലൊരു വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്മൾ കണ്ട വ്യൂ പോയിന്റിനെക്കാട്ടിയും കുറേ കൂടെ ഭംഗി ഇവിടെ നിന്ന് പടം എടുക്കുന്നതായിരുന്നു. ഇവിടെയാണെങ്കിൽ തിരക്കേ ഇല്ല, അവിടെയാണെങ്കിൽ ആൾക്കാരെല്ലാം തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ടൈഗർ മൊണാസ്ട്രി അടുത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവർ നിന്ന് പടം എടുക്കുമായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഈ വ്യൂ പോയിന്റിൽ വന്ന് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അവിടെയെല്ലാം നല്ല ആഴമാണ്. നമ്മളിപ്പോൾ തറ നിരപ്പിൽ നിന്നല്ല, ഒരുപാട് ഹൈറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് ആ കാണുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും അടുത്ത് മുകളിലേക്കുള്ള പടി കയറി പോകുന്നത്. അപ്പോൾ ഈ ഗൈഡുകൾ സ്ഥിരം ടൂറിസ്റ്റുകളുമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് വെയിറ്റ് ചെയ്യാണ് താഴെ നിന്ന് കയറി വരുന്ന ആൾക്കാരെ കടന്നു പോകാനായിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പുള്ളി ചെറുതായിട്ട് പടിയൊക്കെ തെറ്റിയപ്പോൾ നമ്മുടെ ഗൈഡ് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്ക് ഇത് ഒരു നോർമൽ പ്രാക്ടീസാണ്. കാരണം ഭൂട്ടാൻ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന, അതായത് ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ടൈഗർ നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡ് എന്തായാലും നമ്മൾ ടൂറിസ്റ്റുകൾ എവിടെ പോയാലും ഗൈഡ് കൂടെ വേണം എന്നൊരു റൂള് ഇവിടെ ഭൂട്ടാനിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗൈഡ് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ടൈഗർ നെസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ ഇത് വളരെ യൂസ്ഡ് ആണ്. അവർക്ക് യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അവർ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പയർ പോലെയാണ് അവർ ഇറങ്ങി പോകുന്നതും വരുന്നതും ഒക്കെ. ഇപ്പം നമ്മൾ നടക്കുന്ന ഭാഗമൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു പാർട്ടാണ് കേട്ടോ ഈ ട്രക്കിങ്ങിൽ. അപ്പോൾ കാല് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. അതുകൊണ്ടാണ് അധികം ആ ഒരു പോകുന്ന വഴിയുടെ ഒന്നും ആ ഒരു കാഴ്ച നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. കാരണം നമുക്ക് താഴെ നോക്കിയും ശ്രദ്ധിച്ചും നടക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ കാഴ്ചകളിൽ മിക്കതും മിസ്സാവാനും പാടില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ വേണം. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ആ പടിക്കെട്ട് ഇറങ്ങി അത് തീരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ തീരുന്നിടത്ത് ഒരു പാലം പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് ഒരു പാലമാണ്. അപ്പോൾ നേരെ ഈ പടിക്കെട്ട് ഇറങ്ങി അവിടെയാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മളടുത്ത് മുകളിലോട്ട് കയറി പോകുന്നത്. നല്ല സൂപ്പർ സ്ഥലം. ഇനി ഇവിടുന്ന് നമ്മൾ ചെറിയൊരു കയറ്റമാണിത്. അവിടെ നിന്നാണ് ആ ഒരു കയറ്റം. അപ്പോൾ എൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിക്കുന്നത്. താഴെ ഒരു ചെറിയ അരുവിയും സംഭവങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. അതുവഴി ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങ് താഴേക്ക് പതിക്കുകയാണ് സംഭവം. ഒരു സൂപ്പർ സ്ഥലമാണ്. ഭൂട്ടാനിൽ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കരുത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വച്ചിട്ട് നിങ്ങൾക്ക് ഇത് വരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരണം. ട്രക്ക് ചെയ്ത് ശീലമുള്ളവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് എന്താ പറയുക, കീഴടക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഈ നമ്മുടെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇവിടെ താഴേക്ക് അങ്ങ് പോവാണ്. ഇത് നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മൊണാസ്ട്രി. ഒരു കാര്യമുണ്ട്, മൊണാസ്ട്രി നമുക്ക് എന്തായാലും ഫോണ് അതുപോലുള്ള സാധനങ്ങളൊന്നും കയറ്റാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതിവിടെ ഭൂട്ടാനിലെ എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ്. ഒരമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ ക്യാമറ കൊണ്ട് കയറാൻ പാടില്ല, അല്ലെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇനി മേലേക്ക് കയറി പോവാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ രാവിലെ 6:30-ക്കൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ട്രക്കിങ്ങിനൊക്കെ വന്ന് ഈ മൊണാസ്ട്രിയൊക്കെ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 9 മണിയായപ്പോഴാണ് സ്റ്റാർട്ടായത്. ഇപ്പോൾ ഇവിടെ സമയം 11 മണിയായി. അപ്പോൾ ഒരു 2 മണിക്കൂർ ട്രക്കിങ്ങാണ് ഉള്ളത്. പതുക്കെ സമയമൊക്കെ എടുത്ത് നടന്നാലും ഒരു 2 മണിക്കൂറിൽ നമുക്കിത് കവർ ചെയ്യാം. കയറുന്ന പടി എത്തിയിരിക്കുന്നു. കയറാനായിട്ട് ഒരുപാട് പടികളൊന്നുമില്ല. ഇറങ്ങി നടത്ത് ഇഷ്ടമാതിരി 400 പടി ഉണ്ടായിരുന്നു.
അറ്റ് ലാസ്റ്റ് നമ്മൾ ടൈഗർ നെസ്റ്റിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം. എന്നിട്ട് നമ്മുടെ ബാഗ്, മൊബൈൽ പോലുള്ള സംഭവങ്ങളൊക്കെ ആ കൗണ്ടറിൽ ഏൽപ്പിക്കണം. ലോക്കറുണ്ട് അവിടെ, കീ ഇത് ലോക്കറിൻ്റെ അകത്ത് വെച്ച് അവർ താക്കോല് നമ്മുടെ കയ്യിൽ തരും. അതാണ് സംഭവം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊണാസ്ട്രിയുടെ കാഴ്ചകളൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ആണ്, ഈ സൈഡിൽ കൂടെയാണ് വഴി. അത് ഞാൻ കാണിച്ചിട്ടാണ് നിങ്ങളെ. അതുവഴിയാണ് നമ്മൾ ഇവിടെ കയറിപ്പോകുന്നത്. ഈ പടി വഴിയാണ് നമ്മൾ കയറിപ്പോകുന്നത്. അതാണ് മൊണാസ്ട്രി. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞ പോലെ കൗണ്ടറിൽ കൊടുത്തിട്ട് നമ്മൾ പോകണം. നമ്മൾ നമ്മുടെ ബാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ടൈഗർ നെസ്റ്റൊക്കെ കണ്ടു. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിൻ്റെ അകമൊന്നും നിങ്ങളെ കാണിച്ചു തരാത്തത്. മെയിനായിട്ട് ഈ ട്രക്ക്, അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട്, ഈ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഭൂട്ടാനിൽ വരാനായിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഗൈഡ് വേണം. ഇപ്പോൾ ഗൈഡിനെ കിട്ടാനായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഭൂട്ടാനിൽ പോകുന്നവർക്ക് ഗൈഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നമ്മുടെ ഗൈഡിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. പുള്ളി വലിയ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഗൈഡാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ല, ഞങ്ങൾ ഫ്ലൈറ്റ് മാർഗമാണ് വന്നത്. കൊൽക്കത്തയിൽ നിന്ന് പാരോ എന്ന് പറയുന്ന എയർപോർട്ട്, ഒറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ, പാരോ എയർപോർട്ട്. അവിടെയാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അപ്പോൾ ഗൈഡ് നമ്മളെ പുറത്ത് കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, പാരോ, തിമ്പു, പുനാക്ക, ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ടൈഗർ നെസ്റ്റ് എന്ന് പറയുന്നത് പാരോയിലുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കയറണമെങ്കിൽ ഇന്ത്യക്കാർക്ക് മാത്രമല്ല എല്ലാ ടൂറിസ്റ്റുകാർക്കും ഒരു SDF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഫോറിനേഴ്സിന് $100 പെർ ഡേ. അപ്പോൾ പെർ ഡേ ഇൻ ദ സെൻസ്, ഇപ്പോൾ നിങ്ങൾ എത്ര രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നു അതിനനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ 2 രാത്രിയാണെങ്കിൽ $200 ആവും, 100 വെച്ചിട്ട്. നമ്മൾ ഇന്ത്യക്കാർക്കാണെങ്കിൽ 1200 രൂപയാണ് റേറ്റ്. പെർ നൈറ്റിന് 1200 രൂപയാണ് SDF വരുന്നത്. ഇപ്പോൾ 2 മാർഗത്തിൽ കൂടെ നമുക്ക് വരാം. ഇപ്പോൾ സമയക്കുറവുള്ളവർക്ക് ഫ്ലൈറ്റ് മാർഗത്തിൽ കൂടെ വരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ഫ്ലൈറ്റുണ്ട്. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് 15,000 രൂപയിൽ കൂടുതലായി ഒരു ഡയറക്ഷനിൽ ഒരാൾക്ക്. അപ്പോൾ അതാണ് ഫ്ലൈറ്റിൻ്റെ കാര്യം. പിന്നെ ട്രെയിന് ഉണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഭൂട്ടാൻ ബോർഡർ വരെ എങ്ങാണ്ട് ട്രെയിൻ ഉണ്ടെന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് നമുക്ക് റോഡ് മാർഗ്ഗമാണ്. ഇന്ത്യയിലെ ജയ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് ഫുൻഷോലിംഗ് എന്ന് പറയുന്ന ലാൻഡ് ബോർഡറുണ്ട്. ഭൂട്ടാനും ഇന്ത്യ ആയിട്ടുള്ള ലാൻഡ് ബോർഡറാണ്. അവിടെ നിങ്ങൾക്ക് അതുവഴി എൻട്രി കിട്ടുന്നതാണ്. അപ്പോൾ എൻട്രി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനീസ് വെബ്സൈറ്റിലുണ്ട്, എങ്കിലും ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. നിങ്ങൾ ബോർഡറിലെത്തുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിലെത്തുമ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഈ പറഞ്ഞ SDF നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ നിങ്ങളത് പേ ചെയ്യുന്നില്ല, ഓൺലൈനിൽ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡർ ചെക്ക് പോയിൻറ്റ്സ് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഫുൻഷോലിംഗ് ബോർഡറിലോ നിങ്ങൾക്കത് പേ ചെയ്ത് എൻട്രി പെർമിറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് 2 ഫോട്ടോ വേണം. പിന്നെ ഹോട്ടൽ ബുക്കിംഗ് വേണം. അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് മാൻഡേറ്ററി ഹോട്ടൽ ബുക്കിംഗ്, 3 സ്റ്റാർ ഹോട്ടൽ ബുക്കിംഗ് എങ്കിലും വേണമെന്നാണ് പറയുന്നത് ഇവരുടെ അംഗീകരിച്ച ഹോട്ടലുകളിൽ. പക്ഷേ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നമ്മളോട് ചോദിച്ചില്ല. അപ്പോൾ ഗൈഡ് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൻഷോലിംഗ് ലാൻഡ് ബോർഡറിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് കൺഫേംഡ് ബുക്കിംഗ് കാണിക്കാൻ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് എൻട്രി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡെന്ന് പറയുമ്പം അതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാവും, ഓക്കെ, നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകാനായിട്ട് ഒരു കാറുണ്ടാവും. പിന്നെ വേറെ എക്സ്പെൻസ് ഒന്നും നമ്മൾ അറിയേണ്ട, അതിൻ്റെ പറ്റി ട്രാൻസ്പോർട്ടേഷൻ്റെ യാതൊരു എക്സ്പെൻസും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവർ തന്നെ നമുക്ക് വണ്ടി സെറ്റാക്കി തരും. പിന്നെ ഹോട്ടൽ, അപ്പോൾ 3 സ്റ്റാർ ഹോട്ടൽ, ഈ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 3 സ്റ്റാർ ഹോട്ടൽ അവർ നമുക്ക് റെഡിയാക്കി തരും. പിന്നെ എനിക്ക് വളരെ എന്താ പറയുക ഉപകാരപ്രദമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്,
കോംപ്ലിമെൻ്ററി ഡിന്നറും ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടലുകളിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ഹോട്ടലുകളിലെല്ലാം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയത്തെ ഡിന്നറും നമുക്ക് കഴിക്കാം, യാതൊരു കാശ് ചിലവ് ഇല്ലാണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഗൈഡിനും കാറിനും ഒക്കെ പ്രത്യേകമായിട്ട് കാശ് കൊടുത്ത് പോകാൻ പറ്റുന്ന ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ എൻട്രി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ രൂപ എല്ലായിടത്തും അക്സെപ്റ്റബിളാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഈ ഷോപ്പിലാണേലും അല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും, ഇപ്പോൾ ഈ സ്ഥലത്തെല്ലാം എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ടൈഗർ നെസ്റ്റിലൊക്കെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാം ഇന്ത്യൻ രൂപ അക്സെപ്റ്റബിളാണ്. അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ബേസിന് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ അതിന് ഗൈഡ് എടുക്കണം, വണ്ടി വേണം, പെർമിറ്റ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ 5 ദിവസത്തേക്ക് എനിക്ക് ആയത് ഈ 2 സാധനം വണ്ടിക്കും ഗൈഡിനുമായിട്ട് ആയത് 27,500 രൂപയാണ്. പിന്നെ താമസവും കൂടെ ചേർത്ത് ഉൾപ്പെടെ 27,500 പിന്നെ ഇതിൻ്റെ അകത്തുള്ള അമ്പലങ്ങളിൽ, ഭൂട്ടാനിലെ അമ്പലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു എൻട്രി ഫീ ഉണ്ട്. അത് 500 മുതൽ 1000 രൂപ വരെയാണ്. മ്യൂസിയത്തിലും അമ്പലത്തിലും കയറാനായിട്ട് 500, 1000 ആ ഒരു റേഞ്ചിലാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഒരാൾക്ക്. അപ്പോൾ അതാണ് ഇവിടുത്തെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അത് ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് കഴിക്കണം. അത് ഒരു 200 രൂപ, 250 രൂപ ആ ഒരു റേഞ്ചിലാണ് ഒരു മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ലോക്കൽ മാർക്കറ്റിൻ്റെ അകത്ത് ചെറിയ ചില ഫുഡ് ജോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലവ് അതിൽ നിന്നും കുറയുന്നതാണ്. പിന്നെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയുടെ കാര്യമെല്ലാം ഓക്കെയാണ്, കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഭൂട്ടാനിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.